ഫലപ്രദമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലമുള്ള ജീവിതം എപ്പോഴും സുഖ സൗകര്യങ്ങളുള്ളതോ ദുഃഖങ്ങൾ ഒന്നുമില്ലാത്തതോ ആകണമെന്നില്ല. ഒരു ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുവെങ്കിൽ അതാകുന്നു ഫലസമൃദ്ധമായ ജീവിതം. ജീവസന്ദേശം ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുവാനായി അവരെ വൃക്ഷങ്ങളോടും സസ്യജാലങ്ങളോടുമൊക്കെ ബൈബിളിലെ നിരവധി ഭാഗങ്ങളിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുവാൻ സാധിക്കും. കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുകയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുകയും ചെയ്യുന്ന തോട്ടക്കാരനെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തുന്നു. യെഹെസ്കേൽ പ്രവചനം 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. ഫലം തരാത്ത മുന്തിരിവള്ളിയുടെ ഉപമയാണ് യെഹെസ്കേൽ പ്രവചനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രൂപകങ്ങളിൽ ഒന്നാണ് മുന്തിരിവള്ളി. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജാതിയെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് നാം അധികം അന്വേഷിക്കേണ്ടി വരില്ല, കാരണം യെശയ്യാവ് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു എന്ന്. യെശയ്യാവ് 5:7. ഇനി നമുക്ക് ഈ തോട്ടത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റ് മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ടൊരാണി ഉണ്ടാക്കാമോ? അതിനെ തീക്കിരയായി കൊടുക്കുന്നു. തീ അതിൻ്റെ 2 അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമാകുന്നു ദൈവം ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ഒരു മുന്തിരിവള്ളിയുടെ ഉപയോഗം എന്താണ്? ഇക്കാലത്തെ ക്രിസ്തു വിശ്വാസികളെ ചിത്രീകരിക്കാനും കർത്താവായ യേശു ക്രിസ്തു മുന്തിരിവള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവനത് പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ കർത്താവ് രക്ഷയെക്കുറിച്ച് പറയുകയായിരുന്നില്ല. പിന്നെയോ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മുന്തിരിവള്ളിയുടെ ഉപയോഗം എന്ത് എന്നതാണ് ഇവിടുത്തെ വിഷയം. ഫലം പുറപ്പെടുവിക്കുക, മറ്റൊന്നുമല്ല. ദൈവം ഇവിടെ പറയുന്നത് എന്താണെന്നോ? ഒരു മുന്തിരിത്തടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ വാങ്ങുവാൻ താങ്കൾ ഒരു ഫർണിച്ചർ കടയിൽ പോകുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ പോയാൽ ആ കടക്കാരൻ നിങ്ങളെ നോക്കി ഏതോ കാര്യമായ തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കും, ഇല്ലേ? മുന്തിരിത്തടി കൊണ്ട് ഒരു കട്ടിലോ അതുകൊണ്ട് വല്ലവരും കട്ടിൽ ഉണ്ടാക്കുമോ എന്ന് നിങ്ങളോട് ചോദിച്ചെന്ന് വന്നേക്കാം. അത് മുന്തിരിങ്ങ ഉണ്ടാകുവാൻ വേണ്ടി മാത്രമുള്ളതല്ലേ? ദൈവം പിന്നെയും പറയുകയാണ്, ഒരു മുന്തിരിവള്ളി ഫലം കായ്ച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ള ഏക ഉപയോഗം തീ കത്തിക്കുക എന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു വിശ്വാസി ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കണം, അല്ല എങ്കിൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടില്ല. പക്ഷേ ഫലം പുറപ്പെടുവിക്കേണ്ട സ്ഥാനത്ത് നിന്നും അവനെ മാറ്റിക്കളയുന്നതാണ്. ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ദൈവം മനുഷ്യരെ പല വിധത്തിൽ മാറ്റിവെക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്ന്. ഇസ്രായേൽ ജനം ഫലം കായ്ക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, യെരൂശലേമിനെ തീക്കിരയാക്കുക എന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ മുമ്പിൽ ശേഷിക്കുന്നില്ല എന്ന്. ഈ ജനങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അവർ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു.
അവരെ നശിപ്പിക്കുവാനുള്ള കാരണം ഇതായിരുന്നു എന്ന് ദൈവം വീണ്ടും വീണ്ടും പറയുന്നു. ഇനി 16-ാം അധ്യായത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ദൈവം ദത്തെടുത്ത ഒരു ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയായി യെരുശലേമിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട അനാഥമായ നിലയിൽ ഈ അഴുക്കിൽ മുങ്ങി വെളിമ്പ്രദേശത്ത് കഴിയുന്ന ഒരു കൊച്ചുകുഞ്ഞ്. അതിനോട് മനസ്സലിവ് തോന്നി എന്തെങ്കിലും ചെയ്യുവാൻ ഒരു കണ്ണിനും കനിവുണ്ടായില്ല. നമുക്ക് ആ സന്ദർഭം ഒന്ന് ശ്രദ്ധിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, 2-ാം വാക്യം, മനുഷ്യപുത്രൻ നീ യെരുശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത്. താൻ പറയുന്നത് ദൈവവചനമാകുന്നു എന്ന കാര്യം നാം ആരും മറക്കുവാൻ യെഹെസ്കേൽ ആഗ്രഹിക്കുന്നില്ല. നാം അത് ശ്രദ്ധിച്ചില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ വചനം തന്നെ ആകുന്നു എന്ന് അവൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവൻ പറയുകയാണ്, മനുഷ്യപുത്ര നീ യെരുശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത്. ആരാകുന്നു ഈ അനാഥക്കുട്ടി? അഴുക്കിലും രക്തത്തിലും കിടക്കുന്ന ഈ കൊച്ചുകുട്ടി ആരാണ്? ആരാണ് ഇതിനെ വെളിമ്പ്രദേശത്തേക്ക് കൊണ്ട് കളഞ്ഞത്? ആരാകുന്നു ഈ അവകാശമില്ലാത്ത സന്തതി? അത് യെരുശലേം പട്ടണമാകുന്നു. 3-ാം വാക്യം, യഹോവയായ കർത്താവ് യെരുശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമ്മോര്യനും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. ഇസ്രായേൽ ജാതിയുടെ ആരംഭത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചും ഇത് പറയുന്നില്ല. യെരുശലേം പട്ടണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചരിത്രപരമായി യെരുശലേം ഒരു അമ്മോന്യ പട്ടണമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 4-ാം തലമുറക്കാർ, അതായത് ഇസ്രായേൽ മക്കൾ ഇവിടേക്ക് മടങ്ങി വരും. അമ്മോന്യരുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നരുളി ചെയ്തു. യെരുശലേം ഹിത്യരുടെയും പട്ടണമായിരുന്നു. ഹിത്യർ ഒരു വലിയ ജാതിയായിരുന്നു. ഒരു സമയത്ത് അവർ ഈ ദേശത്തെ മൊത്തം അടക്കി വാണിരുന്നു. യെരുശലേമിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇതൊക്കെയും വെറും പൊങ്ങച്ച കഥകളായിരിക്കുന്നു ഈ പറയുന്ന സമയത്ത്. 4-ഉം 5-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. യെരുശലേം ഇപ്പോൾ ഒരു ജാരസന്തതിയെപ്പോലെ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അവൾ അനാഥയും ആരും ശ്രദ്ധിക്കാനില്ലാത്തവളുമായിരിക്കുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്നു വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ചു. നിനക്ക് ഉന്നത സ്തനവും ദീർഘകേശവും ഉണ്ടായി. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ച് നിൻ്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം പറയുകയാണ്, ഞാൻ യെരുശലേമിനോട് ചെയ്തത് ഇതാകുന്നു എന്ന്. ഞാൻ നിന്നെ ദത്തെടുത്തു, നിന്നെ എൻ്റെ കുട്ടിയായി സ്വീകരിച്ചിരിക്കുന്നു. 9-ാം വാക്യത്തിൽ നാം വായിച്ചു, പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. തഹശു തോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു. ശണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു. നിൻ്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തായി, എൻ്റെയും താങ്കളുടെയും ജീവിതത്തോട് ഇത് വളരെ യോജിക്കുന്നു എന്നത് എത്രയോ അത്ഭുതകരമായിരിക്കുന്നില്ലേ? എനിക്കും നിങ്ങൾക്കും വളരെ മോശമായൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആദാമും ഹവ്വായും പാപികളായി തീർന്നു. അങ്ങനെ ഞാനും നിങ്ങളും അകൃത്യത്തിലായിരുന്നു ജനിച്ചത്. ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന്. ദാവീദിൽ നിന്നും ഞാനോ നിങ്ങളോ വ്യത്യസ്തരല്ല. പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് എന്തുണ്ട് സുഹൃത്തെ? നിങ്ങളുടെ പൂർവികരെക്കുറിച്ച്
അവരുടെ വിശ്വാസത്തെക്കുറിച്ച് എന്തൊക്കെ പുകഴ്ച പറയാനുണ്ടെങ്കിലും അവർ കേവലം കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം പാപികൾ മാത്രമായിരുന്നില്ലേ? അതാകുന്നു നമ്മുടെ ഉത്ഭവം, നമ്മുടെ പശ്ചാത്തലം. അകൃത്യങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു. ദൈവം യെരുശലേമിന് വേണ്ടി ചെയ്തത് എന്താണ്? ദൈവം അവളോട് പറഞ്ഞു, ജീവിക്ക എന്ന്. അവൻ നമ്മോടും പറഞ്ഞു, നീ വീണ്ടും ജനിക്കണമെന്ന്. നാം ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെ രക്ഷിക്കും എന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നത് നമ്മുടെ എല്ലാം അനുഭവമാണ്. സ്വന്തം രക്തത്തിലും അഴുക്കിലും കിടന്ന ആ അനാഥ കുട്ടിയെ ദൈവം എടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ എനിക്കുള്ളവളായി തീർന്നു എന്ന്. പിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു. പ്രിയ സുഹൃത്തെ, ഇതുപോലെ വീണ്ടും ജനനത്തിൻ്റെ കഴുകലിനെയും പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തെയും നമുക്കറിയാൻ കഴിയും. രക്തം കഴുകിക്കളഞ്ഞു. അതെ, ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കുറ്റം സഹിച്ചു, ശിക്ഷ ഏറ്റു. അതുകൊണ്ട് ഇന്ന് ഒരു ദൈവ പൈതലിന് രക്തത്തിൻ്റെ കുറ്റമില്ല. തുടർന്ന് പറയുന്നു, അതിനെ എണ്ണ പൂശി എന്ന്. ഒരു ദൈവ പൈതലിനെ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പൂശുന്നു. ശണപടം കൊണ്ട് ചുറ്റി പട്ടു പുതപ്പിച്ചു എന്ന്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതെ, ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ലഭിക്കേണ്ടതിനായി ക്രിസ്തുവിൻ്റെ നീതി എന്ന വസ്ത്രം നമ്മെ ധരിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് നോക്കൂ. യെരുശലേം പട്ടണത്തിന് എന്താണ് സംഭവിച്ചത്? ദൈവം പറയുന്നു, അവൾ വളർന്നപ്പോൾ സുന്ദരിയായ യുവതിയായപ്പോൾ അവൾ വേശ്യാവൃത്തി ചെയ്തു എന്ന്. അവൾ പരസംഗം ചെയ്തു, ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്നു. 16-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ അവർക്ക് ആശ്വാസമായി നിൻ്റെ ലജ്ജ വഹിക്കേണ്ടതിനും നീ ചെയ്തിട്ടുള്ള എല്ലാവറ്റെയും കുറിച്ച് ലജ്ജിക്കേണ്ടതിനും ഞാൻ സൊദോമിൻ്റെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും ശമരിയുടെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും അവരുടെ നടുവിലുള്ള നിൻ്റെ പ്രവാസികളുടെ സ്ഥിതിയും മാറ്റും. നിൻ്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങി വരും. ശമരിയയും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങി വരും. നീയും നിൻ്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങി വരും. ഈ ഭാഗം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 53, 55 വാക്യങ്ങൾ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായവും പല ദുരുപദേശ കൂട്ടങ്ങളും ഒരു തെറ്റായ ഉപദേശം സ്ഥാപിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. ആത്യന്തികമായി ഒടുവിൽ സകലരും രക്ഷിക്കപ്പെടുമെന്നാണ് ഈ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നത്. അതായത് ആത്യന്തികമായ നാശം ആർക്കും ഇല്ലെന്ന്. തിരുവചനത്തിലെ ചില ഒറ്റപ്പെട്ട വാക്യങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഈ ഉപദേശം വിചിത്രവും വചനവിരുദ്ധവുമായ ഒന്നത്രേ. ഒടുവിൽ എല്ലാവരും രക്ഷിക്കപ്പെടും, ആർക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഇന്ന് കൃപയാലുള്ള രക്ഷയെക്കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഉപദേശത്തിൻ്റെ നിഷേധിക്കലാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റുമെന്നത്രേ. എന്നാൽ ഈ വാക്യത്തിലും, അതായത് 16-ാം അധ്യായത്തിൻ്റെ 53-ലും 55-ലും ദൈവം പറയുന്നത് നിത്യജീവനിലേക്കുള്ള ദുഷ്ടന്മാരുടെ ഉയർപ്പിനെക്കുറിച്ചല്ല. ഈ രണ്ട് ഭാഗത്തും ഒരു പട്ടണത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ അവിടെ താമസിച്ച ജനങ്ങളെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും ഇവിടെയില്ല. ഇവിടെ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത് സോദോം പട്ടണം വീണ്ടും പണിയപ്പെടുമെന്നാണ്. അവിടെ നശിച്ചുപോയ ജനങ്ങൾ ഉയർക്കുമെന്നല്ല. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെയാണത്. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് ഇന്നുള്ളതുപോലെ ഒരു ഭാവി പട്ടണത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് പഴയ നിയമത്തിൽ നാം കാണുന്നില്ല. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് അവർക്കായി ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ളൊരു പരിപാടി ദൈവത്തിനുണ്ടായതായി പറയുന്നില്ല. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് അങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് ദൈവം നമ്മോട് കൃത്യമായി പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരിടത്തും പഴയ നിയമ വിശുദ്ധന്മാരോട് ദൈവം അത് പറഞ്ഞിട്ടില്ല. ദൈവം അവരോട് പറഞ്ഞത് ഈ ഭൂമിയിൽ തന്നെ അവർക്കായി ഒരു ദേശം ഉണ്ടായിരിക്കുമെന്നാണ്. അബ്രഹാം കാത്തിരുന്ന പുനരുദ്ധാനം അതത്രേ. ആ രാഷ്ട്രത്തിനൊരു യഥാസ്ഥാനം ഉണ്ടാകുമെന്ന്. സഹസ്രാബ്ദ യുഗത്തിൽ ഈ ഉപദേശത്തിൻ്റെ പുതിയ നിയമ പുരോഗതിയെ ഈ പഴയ നിയമ ഭാഗത്ത് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയില്ല.
എന്നിരുന്നാലും ഓരോ പഴയ നിയമ ഭാഗങ്ങളും പുതിയ നിയമത്തിലെ പഠിപ്പിക്കലുകളോട് പൊരുത്തപ്പെടുന്നതായിരിക്കും. രണ്ട് വിധത്തിലുള്ള പുനരുത്ഥാനമുണ്ട്. ഒന്ന്, പുതിയ നിയമം വളരെ വ്യക്തമായി പറയുന്നത്, ഒന്ന് രക്ഷിക്കപ്പെട്ടവരുടെ പുനരുത്ഥാനം, പിന്നെ നഷ്ടപ്പെട്ടവരുടെ പുനരുത്ഥാനം. അവർ, അതായത് രക്ഷിക്കപ്പെടാത്തവർ മരണത്തിൽ നിന്ന് ഉയർക്കുമ്പോൾ അവർ നഷ്ടപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ഈ വാക്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെ നാം ഈ ഭാഗം വായിക്കണം. അതിലില്ലാത്ത ആശയം അതിലുണ്ടെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് എടുക്കുവാൻ ശ്രമിക്കരുത്. വളരെ മഹത്വപൂർണമായ വഴിയിൽ ഈ അധ്യായം അവസാനിക്കുകയാണ്. 16-ാം അധ്യായം ഇസ്രായേൽ ജാതിയോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടികൾ നന്നായി പാലിക്കപ്പെടുവാൻ പോകുകയാണ്. ഈ ജനത്തിൻ്റെ പാപം, അവരുടെ മത്സരം, ദൈവത്തിൽ നിന്നുള്ള അവരുടെ നിരന്തരമായ പിന്മാറ്റം, അകൽച്ച, ഇതൊന്നും അവരോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയെ അസാധുവാക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യില്ല. ഇത് ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? ഇനിയും 60 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 60 മുതൽ 63 വരെ. എങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ള എൻ്റെ നിയമം ഞാൻ ഓർത്ത് ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും. നിന്റെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും. ഞാൻ അവരെ നിനക്ക് പുത്രിമാരായി തരും, നിന്റെ നിയമപ്രകാരമല്ല താനും. നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണം നിമിത്തം ഇനി ഒരിക്കലും വായ് തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും. ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം അവരോട് പറയുന്നത് ശ്രദ്ധിക്കൂ. പഴയ ഉടമ്പടി പ്രകാരം അവർക്ക് താൻ നന്മ ചെയ്യുമെന്ന് മാത്രമല്ല, അവരുമായി താൻ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുവാൻ പോവുകയാകുന്നു എന്നും ദൈവം പറയുന്നു. നിർഭാഗ്യവശാൽ തിരുവചനത്തിലെ ഈ ഭാഗങ്ങൾ അവർ വളരെ ഒന്നും പഠിച്ചില്ല. അവർ അങ്ങനെ പഠിക്കുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇപ്പോഴും ദൈവത്തിനൊരു ഭാവി പരിപാടി ഉണ്ട് എന്നവർ വ്യക്തമായിട്ടറിയും. ഇനിയും യെഹെസ്കേൽ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 17-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോടൊരു കടങ്കഥ പറഞ്ഞ് ഒരു ഉപമ പ്രസ്താവിക്കേണ്ടത്. ഇസ്രായേൽ ഗൃഹത്തോടൊരു കടങ്കഥ പറഞ്ഞൊരു ഉപമ പ്രസ്താവിക്കുക. ദൈവം യെഹെസ്കേലിനോട് പറയുന്നത്, നീ ഇസ്രായേൽ ഗൃഹത്തോടൊരു കടങ്കഥ പറയുക, ഒരു ഉപമ പ്രസ്താവിക്കുക. കാരണം അതെ, അവർ ഇനിയും അവനെ ശ്രദ്ധിക്കുകയില്ല എന്നതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇതാ യെഹെസ്കേൽ വളരെ അസാധാരണവും വ്യത്യസ്തവുമായ ഒരു വഴിയിലൂടെ അവരെ സമീപിക്കുകയാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ ശിഖരമെടുത്തു. അവൻ അതിൻ്റെ ഇളഞ്ചില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുവന്നു. കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു. അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരിവൃക്ഷം പോലെ നട്ടു. ഈ വലിയ കഴുകൻ ബാബേലും ഇപ്പോഴത്തെ ബാബേൽ രാജാവ് നെബൂഖദ്നേസറും അല്ലാതെ മറ്റാരുമല്ല. ബാബേലിനെ കഴുകനായി ചിത്രീകരിച്ചു. വേറെയും വേദഭാഗങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ നെബൂഖദ്നേസറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ കഴുകനെ പോലെ പറന്ന് മോവാബിന്മേൽ ചിറക് വിടർക്കും എന്ന്. യിരെമ്യാവ് 48:40. വീണ്ടും യിരെമ്യാ പ്രവചനം 49:22 നാം വായിക്കുന്ന, അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബൊസ്രയുടെ മേൽ ചിറക് വിടർക്കുമെന്ന്. ബാബേൽ സാമ്രാജ്യം സമുദ്രത്തിൽ നിന്നും കരേറി വരുന്നതായി ദർശനത്തിൽ കണ്ട ദാനിയേൽ അതിന് സിംഹരൂപവും കഴുകൻ്റെ ചിറകും ഉണ്ടായിരുന്നതായി പറയുന്നു. അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന ചിത്രം നെബൂഖദ്നേസറിൻ്റേതാണ്. വൃക്ഷത്തിൻ്റെ ഇളം ചില്ലികളും അറ്റം മുറിച്ചു കൊണ്ടുപോകാൻ വരുന്ന കഴുകൻ ബാബേൽ രാജാവാണ്. ഈ വൃക്ഷം ആരാണ്? ഇത് ഇസ്രായേൽ ജാതിയാണ്, പ്രത്യേകിച്ചും ദാവീദിൻ്റെ രാജകുടുംബം. നെബൂഖദ്നേസർ അതിനെ നുള്ളിയെടുത്ത് ശൂന്യമാക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സിദെക്കീയാവിനോട് അവൻ ചെയ്തത് അതുതന്നെയായിരുന്നു. 7-ാം വാക്യം നോക്കിക്കാട്ട്, 17-ാം അധ്യായത്തിൻ്റെ 7. എന്നാൽ വലിയ ചിറകും വളരെ പപ്പും ഉള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു.
അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തൻ്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കലേക്ക് നീട്ടി. ഈ മറ്റൊരു കഴുകൻ ഏതാണ്? അത് മിസ്രയീമാണ്. ഈ സമയത്ത് മിസ്രയീം ഒരു മഹാശക്തിയായിരുന്നു. സിദെക്കീയാവിനെ നെബൂഖദ്നേസർ സിംഹാസനത്തിൽ ഇരുത്തുകയും അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ സിദെക്കീയാവ് ആ ഉടമ്പടി ലംഘിച്ചു, മിസ്രയീമിലേക്ക് സഹായത്തിനായി തിരിഞ്ഞു. കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ചാണ്. ശക്തി കിട്ടുമെന്ന് കരുതി മുന്തിരിവള്ളിയെ മിസ്രയീമിൻ്റെ മണ്ണിൽ നട്ടു. പക്ഷേ അതിന് ശക്തി കിട്ടിയില്ല, കാരണം മിസ്രയീം തകരാൻ പോകുന്നു. പിന്നീട് നെബൂഖദ്നേസർ മിസ്രയീമിനെ നശിപ്പിച്ച് അതിനെ തൻ്റെ അധികാരത്തിന് കീഴിലാക്കി. ഇപ്പോൾ യെഹെസ്കേലിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്. 17-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ 15 വരെ ഞാൻ വായിക്കുക. അവിടെ കാണുന്നത്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗ്രഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത്, ബാബേൽ രാജാവ് യെരുശലേമിലേക്ക് വന്ന് അതിൻ്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജസന്തതിയിൽ ഒരുത്തനെ അവൻ എടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവൻ്റെ ഉടമ്പടി പ്രമാണിച്ചു. നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരണമെന്ന് പറവാൻ ദൂതന്മാരെ മിസ്രയീമിലേക്ക് അയച്ചു. അവൻ കൃതാർത്ഥനാകുമോ? ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റിയൊഴിയുമോ? അല്ല, അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതിപ്പോകുമോ? ഇവിടെ രസകരമായിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ജാതീയ രാജാവായ നെബൂഖദ്നേസർ ഉടമ്പടിയിലെ തൻ്റെ ഭാഗം സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ യഹൂദ രാജാവായ സിദെക്കീയാവ് അത് ലംഘിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ഉടമ്പടി ലംഘിച്ചു. എന്നാൽ വിജാതീയനായ രാജാവ് അത് പാലിച്ചു. എന്തൊരു വിചിത്രമല്ലേ? ചില സഭകളിൽ ബൈബിളും പിടിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്ന ജനത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നും വളരെ അകന്ന ഒരു മനോഭാവമാണ് സാധാരണ കാണാറുള്ളത്. അവർ പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മറ്റൊരു വശത്ത് ഈ പറയുന്ന അനുഭവം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരെങ്കിലും സത്യസന്ധതയോടെ വ്യാപാരം ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. എന്തൊരു വിരോധാഭാസമല്ലേ? അവിശ്വസ്തനും അഭക്തനുമായ സിദെക്കീയാവിനെ നശിപ്പിക്കാനായി ഇതാ നെബൂഖദ്നേസർ വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ നീതി ഇവിടെ വെളിപ്പെടുന്നു. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഉടമ്പടി ലംഘിച്ചു, സത്യം ധിഖരിച്ചിരിക്കുന്നു. അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവം പറയുന്നത് ഈ തെറ്റിനാൽ സിദെക്കീയാവ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നത്രേ. എൻ്റെ സുഹൃത്തെ, ഉടമ്പടി ലംഘിച്ചും സത്യം ധിഖരിച്ചും ജീവിച്ച് പോരുന്നവർ ഒടുവിൽ ഒരു ദിവസം ന്യായവിധി നേരിടും. ദൈവം അവരെ നിശ്ചയമായും ശിക്ഷിക്കും. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഈ വാക്യം നമ്മെ എത്രയോ വിനയവും താഴ്മയും ഉള്ളവരാക്കി തീർക്കേണ്ടതാണ്. ചിലപ്പോൾ ദൈവത്തെ അംഗീകരിക്കാത്ത ജാതിയെ തൻ്റെ ജനത്തിന് നേരെ വരുത്തി അവരെ ശിക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചേക്കാം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ദൈവം നാം പ്രതീക്ഷിക്കാത്ത ചിലരെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നു വന്നേക്കാം. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മറുതലിക്കാതെ മത്സരിക്കാതെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതാണ് നമുക്കെപ്പോഴും അനുഗ്രഹം. അതാണ് ഉത്തമം. അങ്ങനൊരു ജീവിതത്തിനായി നിങ്ങൾ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷവും വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു.
എന്നാൽ സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചുവെന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിലും. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും ദൈവത്തിൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു.